മോള് വീട്ടിൽ നിന്ന് എത്ര വർഷമായിട്ടുണ്ട്? അവിടെ പുതിയമഠത്തിലേക്ക് പോയിട്ട് 2 മാസമായിട്ടുള്ള ആള് മൊത്തം കന്യാസ്ത്രീയായിട്ട് പോയിട്ട് ഒരു 30 വർഷത്തോളമായി. നമ്മുടെ ASMIലല്ലേ? 2 മാസം മുമ്പ് വന്നിട്ട് പോയുള്ളൂ. ഇപ്പൊ അവിടെ പുതിയ മഠത്തിലേക്കായിട്ട് ഇവിടുന്ന് വന്നു പോയിട്ടായിട്ടുള്ളൂ. നിസ്സാരമായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉത്തരപ്രദേശ ഭാഗത്തേക്ക് ഫസ്റ്റ് ചേർത്തലയായിരുന്നു. അവിടെ നഴ്സാണ്. അവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ. അപ്പൊ അവിടേക്ക് വേണ്ടിയാണ് ജോലിക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. ആഗ്രഹം ഒരു സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിന് വേണമായിരുന്നു ഒരാളെ. അപ്പൊ 3 പേര് അവർ വന്നിട്ട് 2 പേര് പെങ്ങൾ കൊണ്ടുപോയിട്ട് ഒരാളെ ആ സിസ്റ്ററിന്റെ പടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. ദുർഗ സ്റ്റേഷനിൽ വെച്ച് ഇത് കണ്ടുമുട്ടി. അപ്പോഴാണ് പ്രശ്നം വന്നത്. പിതാക്കന്മാർ അതിന് കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. സാധ്യമാകുന്ന എല്ലാ സഹായവും പിതാക്കന്മാർ ചെയ്യും. പിതാവ് ഈ കാര്യത്തിൽ പിതാവ് കൃത്യമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ സന്യാസ സമൂഹം തന്നെ തീർച്ചയായിട്ടും നമുക്ക് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സന്യാസ സമൂഹത്തിന് വേണ്ടി ഇടപെടുന്നത് കുറവാണെന്ന് എന്റെ മനസ്സ് തോന്നുന്നു. മനസ്സിലായി. നമ്മൾ അവിടുത്തെ പിതാക്കന്മാരെ ബന്ധപ്പെടുന്നുണ്ട്. അവിടെ 2 സിസ്റ്റേഴ്സും ഒരാൾ ഗോവയിലുണ്ട്, ഒരാൾ ഗോവയിലേത് എവിടെയാണ്? ഏത് മഠത്തിലാണ്? കോൺഗ്രിഗേഷനാണ്. അവരിപ്പോ ഒരു ബ്രാഞ്ച് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു മഠത്ത് ഗോവയിൽ തുടങ്ങിയിട്ടുണ്ട്. 10-15 വർഷമായിട്ട് ഇപ്പൊ ഗോവയിലാണ്. പിതാവ് ഞങ്ങൾക്കറിയാം സിസ്റ്റർ തെറ്റ് ചെയ്തിട്ടില്ല. ഈ അവസരത്തിൽ പിതാവും ഓൾറെഡി നമ്മുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഞാൻ എന്റെ വിഷമം പറയുന്നില്ല. കാരണം ഈ അവസരത്തിൽ പിതാവ് നമ്മളെ സഹായിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ ഞങ്ങളുടെ അറിഞ്ഞ വഴിക്ക് തന്നെ വന്നത്. മനസ്സിലായി. ഞങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. പിതാവ് അറിഞ്ഞ പാടെ തന്നെ പ്രധാനമന്ത്രിക്കും അതുപോലെ ആളുകളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിതാവും ആൻഡ്രൂസ് പിതാവും വളരെ ശക്തമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. സാധ്യമാകുന്ന എല്ലാ സഹായം പിതാക്കന്മാർ ചെയ്യും. രോഗിയാണ്. 6 മാസത്തേക്കുള്ള മരുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത്. 6 മാസത്തേക്കുള്ള മരുന്ന് കൊണ്ടാണ് പോവുക. രണ്ട് സിസ്റ്റേഴ്സ് 2 പേരെ കല്യാണം കഴിച്ചു. ഞങ്ങൾ 3 അത് 3 അടുത്തടുത്ത് വരുന്നത്. അപ്പച്ചനും ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ വരെ അറിയിച്ചില്ല. അതിങ്ങനെ കുറച്ച് പറഞ്ഞിങ്ങനെ നിർത്തിയേക്കാണ്. പിന്നെ എല്ലാവരും മീഡിയ ഒക്കെ ഉണ്ട്. എല്ലാവരും എന്തോ പ്രശ്നം മനസ്സിലായി. അവിടെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു 2 പിള്ളേരെ വേണം, അതുകൊണ്ട് ജസ്റ്റ് പോവാന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ റിസീവ് ചെയ്യാൻ അത്രേ ഉള്ളൂ. അതാണ് റിസീവ് ചെയ്യാൻ പോയിട്ട്. പിന്നെ കൂടുതൽ പുറത്തേക്ക് വരാൻ കുട്ടി പോയത് കൊണ്ട് പകരം വന്ന ആളെ കൊണ്ടുവരാൻ പോയി. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് ഒന്നിച്ചാൽ നിങ്ങൾ ഇരുന്നേച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇരുന്നേച്ചാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങളുടെ ഞങ്ങളുടെ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, മാറിയൗസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായേ, അൽഫോൻസമേ, യൂപ്രേസ്യമേ, ചാവറ പിതാവേ, മറിയം ത്രേസ്യായേ, മദർ തെരേസായേ, ദേവസഹായം പിള്ളേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനെ, വാഴ്ത്തപ്പെട്ട റാണി മരിയായേ. അല്ല ഈശോ, ഈ കുടുംബത്തിൽ നിന്ന് 2 മക്കളെ ദൈവവിളിയായിട്ട് പാവങ്ങളെ സഹായിക്കാനും ഗ്രാമീണരെ ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ട് വിട്ടു. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സിസ്റ്ററിനെ ഒരു കാരണവും കൂടാതെ ഇന്ന് പ്രതിസന്ധികളിലേക്ക് കടത്തിവിട്ടിരിക്കുകയാണ്. ദൈവം നീ ഇടപെടുന്നേ. ഞങ്ങൾ നിന്റെ കരങ്ങളിൽ മാത്രമാണ് കരുത്ത് കണ്ടെത്തുന്നത്. ഈ കുടുംബത്തിലെ വലിയ ദുഃഖത്തിൽ ഞങ്ങൾ സഭ എന്ന നിലയിൽ, നാട്ടിലൊരു സമൂഹം എന്ന നിലയിൽ നിന്റെ മുൻപിൽ ഞങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം പാലിക്കാൻ, ആ വിശ്വാസം ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ. ഈ കുടുംബം അനുഭവിക്കുന്ന നൊമ്പരം ഇത്ര വലുതാണ്. ഈ നൊമ്പരത്തിൽ നിന്റെ ഇടപെടലുണ്ടാകണേ. നിഷ്കളങ്കമായി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു കാരണവും കൂടാതെ ഞങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മനസ്സുമടുക്കാതെ നിന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അപ്പച്ചനെയും അമ്മച്ചയെയും സഹോദരങ്ങളെയും സഹോദരികളെയും ഒക്കെ കാക്കണേ കർത്താവേ. എല്ലാം നിൻ്റെ കൈകളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ ഈ വലിയ ദുഃഖം ഞങ്ങളുടെ പൊതു ദുഃഖമായിട്ട് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവ് വന്ന് ഞങ്ങളെ ശാന്തമാക്കാനും എല്ലാ കുരുക്കുകളിൽ നിന്ന് അഴിക്കാനും നിങ്ങൾക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ഇടയാകട്ടെ. കർത്താവ് ലാസറിൻ്റെ വീട്ടിലെ ബദാനിയായിൽ നീ വന്ന് ആശ്വസിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിൻ്റെ വലിയ ദുഃഖത്തിലെ നീ വന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, കേട്ടില്ലേ. നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ നൽവരങ്ങളും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കുടുംബത്തോടും പ്രത്യേകിച്ചെന്ന് അസ്വസ്ഥയിൽ കഴിയുന്ന ഈ സിസ്റ്ററിൻ്റെ അടുത്തുള്ള ഇടപെടലിൽ ഉണ്ടാകാൻ കാരണമാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേട്ടാ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേട്ടോ, നിങ്ങൾ വിചാരിച്ചു ഞാനിക്കുള്ള നമ്മുടെ വീട്ടിലേക്ക് കേട്ടാ ശരിയായിരിക്കട്ടെ. മക്കളെ ആൽബർട്ട് എത്ര പഠിക്കുന്നത്? ജോഷുവ എത്ര